ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെ പറ്റി ആഴത്തിൽ പഠിക്കുമ്പോൾ ഈസാ നബി വരുന്നത് കാവ്യവസ്ത്രത്തിലാണ്. ഈസാ നബി വരുമ്പോൾ ഉള്ള വസ്ത്രം കാവ്യവസ്ത്രത്തിലാണ്. കാവ്യയില ആകാശത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ കാവ്യവസ്ത്രം. അപ്പം എന്തോ ഇതിലൊക്കെ ചില ബന്ധങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ അങ്ങനെ കാറ്റിൽ പറക്കും. അതിൻ്റെ ഒരു മനോഹരമായ ഭംഗി ഞാൻ പലപ്പോഴും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. അത് എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി എൻ്റെ വീക്ഷണപ്രകാരം കൽക്കി മഹ്ദിയാവാനേ തരമുള്ളൂ. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് കൽക്കി. അപ്പോൾ ഈസായും മഹ്ദിയും വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു ജനത ഹിന്ദുക്കളാണ് എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ എന്നെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തലേ കയറുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് സത്യം, 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അപ്പം ഈ വേദങ്ങൾ ഇത് 5000 കൊല്ലം മുമ്പ് ഈ വേദ ശകലങ്ങൾ പടച്ചതമ്പുരാനെ ഒരു വിഭാഗത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇന്ന് നമ്മൾ കാണുന്നതാണ് ആയിരക്കണക്കിന്. നമ്മൾ ധരിച്ചതുപോലെ ആവൂല കാര്യങ്ങൾ. നമ്മൾ ധരിച്ചത് ശരിയായിരിക്കും, പക്ഷെ അതിനപ്പുറത്തും ഉണ്ടാവും. അതിൻ്റെ വേദങ്ങൾ ഒരു ദൈവിക വചനങ്ങൾ ഉള്ളടങ്ങിയ വേദങ്ങളാണ് എന്ന കാര്യത്തിൽ പഠിക്കുന്നവർക്ക് ഒരു തർക്കവും ഇല്ല. കാരണം മനുഷ്യർക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല പലതും അതിൽ പറയുന്നത്. വേദങ്ങളിലൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്നത് സത്യം. അതുകൊണ്ടാണ് അവസാന വേദഗ്രന്ഥത്തിൽ കൈകടത്തലിനെ സമ്മതിക്കൂല എന്ന് പറഞ്ഞത്. പക്ഷെ കൈകടത്തൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നശിപ്പിക്കലല്ല. മനുഷ്യൻ അഭിരുചിക്കനുസരിച്ച് ചിലതൊക്കെ മാറ്റിവെക്കലും അഭിരുചിക്കനുസരിച്ചൊക്കെ ചിലത് കയറ്റിവെക്കലുമാണ്. അപ്പോൾ തന്നെ അതിൽ വലിയൊരു ഭാഗം ദൈവവചനങ്ങളായി നിലനിൽക്കുന്നതായിരിക്കും. തള്ളിക്കളയാൻ പാടില്ലാത്തൊരു ജനതയാണ് ഹൈന്ദവ സമൂഹം. അവർ തള്ളിക്കളയാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഞാൻ ലോകാവസാനമായി ബന്ധപ്പെട്ട സൂറത്താണല്ലോ അൽ കഹ്ഫ്. അപ്പോൾ ഒന്ന് തപ്പി നോക്കിയതാണ്. തപ്പി നോക്കിയപ്പോൾ 1 ദിവസം 2 ദിവസം 10 ദിവസം പറഞ്ഞാലും തീരാത്തത്ര ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പലതും ഭാഗവതത്തിൽ, അതേപോലെ തന്നെ എൻ്റെ മഹാഭാരതത്തിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അതിന് സമാനം അത്ഭുതകരമായ വാർത്തകൾ. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വാർത്തകൾ. ഇതിലെ ഓരോ വരിയെയും നമുക്ക് ഹദീസ് കൊണ്ടും ഖുർആൻ കൊണ്ടും വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം വളരെ കൃത്യമാണ്. നബി പറഞ്ഞതും അവർ പറഞ്ഞ കൃത്യമാണ്. ഈ വചനവും നബിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതും സത്യമാണ്. അതെല്ലാവർക്കും അറിയാം. നബിക്ക് അറബിയുമായി പോയും ബന്ധമില്ല. കാരണം നബി ഉമ്മിയാണ്. പിന്നെയുണ്ടോ സംസ്കൃതത്തിൽ കിടക്കുന്ന? പേർഷ്യനിലേക്ക് ഇതുവരെ കൊണ്ടുവരുന്നത് AD 11-ാം നൂറ്റാണ്ടിലാണ്. പേർഷ്യൻ ഭാഷയിലേക്ക് വേദങ്ങൾ കൊണ്ടുവരുന്നത്, ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത് അൽബറൂനിയാണ്. അൽബറൂനി ഞാൻ പറയാം. വളരെ ആഫ്റ്ററാണ് ഹബീബ റസൂലുള്ളാഹിൻ്റെ, വളരെ ആഫ്റ്ററാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം AD 7-ാം നൂറ്റാണ്ടിലാണ് മരണപ്പെടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേർഷ്യൻ ഭാഷയിലേക്ക് പിന്നെയും കുറേ കാലം കഴിഞ്ഞാണ് അത് അറബി ഭാഷയിലേക്ക് വരുന്നത്. പേർഷ്യൻ ഭാഷയിലേക്ക് പോലും വരുന്നത് AD 11-ാം നൂറ്റാണ്ടിലാണ്. മുസ്തഫ നബിയോടെ എന്ന് മരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം നൂറ്റാണ്ടിൽ. നബിക്ക് വരെ അറബി ഗ്രന്ഥവുമായി വരെ ബന്ധമില്ലാത്ത ആളാണ് നബി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഈ ധർമ്മവാക്കുകളിൽ കിടക്കുന്നതും തമ്മിൽ ഒന്നാകുന്നത് എങ്ങനെ? അപ്പം ഇതിൻ്റെ എല്ലാം സോഴ്സ് ഒന്നാണ്. ഏതാണ് ആ സോഴ്സ്? അല്ലാഹു. തള്ളിക്കളയാൻ എളുപ്പം. ആ ഹിന്ദുക്കളോ ഒരു ശരിയില്ല, മറ്റോ ഒരു ശരിയില്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇത് പഠിച്ചു നോക്കണം. ഇപ്പം നമ്മുടെ കാലത്ത് വന്ന ഒരു ദുരന്തം എന്തെന്നാൽ അവർ പോലും ഇത് പഠിക്കുന്നത് നിർത്തിയപ്പോൾ ആ വിജ്ഞാനം പിന്നെ നമുക്കും കിട്ടാതെ പിന്നെ ശരിയില്ല എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം ഹിന്ദുക്കൾ വേദം പഠിക്കണില്ല എന്നാണ്. അത് വളരെ ദുഃഖകരമായൊരവസ്ഥയാണ്. ഈ വർഗീയതകളൊക്കെ അവസാനിപ്പിക്കാനുള്ള ഒരൊറ്റ മാർഗം ഹിന്ദുക്കൾ വേദം പഠിക്കലാണ്. നമ്മളെ വേദവും ആഴത്തിൽ പഠിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് അൽ കഹ്ഫിന് 1-ാം ക്ലാസ്സിൽ ക്ലാസ് വന്നില്ല. അത്
ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു വെർഷനാണ്. അത് ഒരു വിവരമില്ലാത്ത എൻ്റെതാണ്. ഇനി അപ്പുറത്തുണ്ടാവുമല്ലോ, അപ്പുറത്തോ എത്ര. അപ്പം നമ്മൾ നമ്മുടെ വേദങ്ങളെ ഈ ഉപരിപ്ലവമായ പരിഭാഷ പഠിക്കൽ അവസാനിപ്പിച്ചിട്ട് നമ്മുടെ വേദങ്ങളെ ആഴത്തിൽ പഠിക്കണം. അവരും അവരുടെ വേദങ്ങൾ പഠിക്കണം. ഈ രണ്ട് വിഭാഗങ്ങളും ഈ വേദങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ട് ഒരു ഗുണമുണ്ടാവും, അവർക്ക് തമ്മിൽ ഇരിക്കൽ എളുപ്പവും. നമ്മളെ മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ അവസാന കാലഘട്ടത്തിൻ്റെ കെടുതികൾ ഈ രണ്ട് കൂട്ടരും അനുഭവിക്കുന്നുണ്ട്. ഇനി ഒരു മൂന്നാമത്തെ കൂട്ടരുണ്ട്, ക്രൈസ്തവ വിഭാഗം. ഒരു വ്യത്യാസമില്ല. ബൈബിളിലൊക്കെ ലോകാവസാനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടിനും സമമായ ഒരു മൂന്നാണ്. അപ്പം അതും ദൈവവചനങ്ങളാണ്. എന്ത് ബൈബിളാണെങ്കിലും ഹൈന്ദവ വേദങ്ങളാണെങ്കിലും അതും എന്തുതന്നെയാണ്, ദൈവവചനങ്ങളാണ്. അതെവിടുന്ന് വന്നു, ആർക്ക് കിട്ടി, ആരായിരുന്നു നബി, അതൊന്നും നമുക്കറിയില്ല. അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അവിടേക്ക് മാന്തിയാൽ നമ്മൾ എത്തിക്കൊള്ളണമെന്നുമില്ല. ഞാൻ ആയുർവേദത്തിൻ്റെ അടിസ്ഥാനമായി ചരക മഹർഷിയെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ചരക മഹർഷി എന്നാൽ സാഹിബുൽ കറാമത്താണ്, അല്ലെങ്കിൽ സാഹിബുൽ മുഅ്ജിസത്താണ്. ഒന്നിരിക്കൽ നബി, അല്ലെങ്കിൽ വലിയെന്ന് ഉറപ്പ്. അതായത് ചരക മഹർഷി പറയുന്നത് സസ്യം എന്നോട് പറഞ്ഞു, വേര് എന്നോട് പറഞ്ഞു, ഇല എന്നോട് പറഞ്ഞു, എന്നെ ഇന്നത്തിനും ഇന്നതിനും ഉപകരിക്കും എന്ന് ഇല എന്നോട് പറഞ്ഞു. മനസ്സിലോണ്ട് പറഞ്ഞത്. തൊലി എന്നോട് പറഞ്ഞു, ഒരു മരത്തിൻ്റെ തൊലി എന്നോട് പറഞ്ഞു, ഞാൻ തൊലിയാണ്, ഈ തൊലിയെ ഇന്നതിനും ഇന്നതിനും ഉപകരിക്കും. വേര് എന്നോട് പറഞ്ഞു, പൂവ് എന്നോട് പറഞ്ഞു, കായ എന്നോട് പറഞ്ഞു, സസ്യം എന്നോട് പറഞ്ഞു, വൃക്ഷം എന്നോട് പറഞ്ഞു. ഇതാണ് ചരകസൂത്രം. അതാണ് എന്ത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പഠിച്ച ഒരാളല്ലേ. അപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം അത് ദൈവികമാണ്, അടിസ്ഥാനമാണ്, ദൈവികമാണ്. അപ്പം അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തള്ളിക്കളയുന്നത്. ഇന്ന് മനുഷ്യൻ അതിലും കൈകടത്തി. അത് മനുഷ്യൻ്റെ കച്ചവട താല്പര്യമാണ്. മനുഷ്യൻ എന്തിനും കൈകടത്തുമ്പോൾ അത് അവൻ്റെ കച്ചവട താല്പര്യം. ഹിന്ദുവും മുസ്ലിമും തമ്മിലും ക്രിസ്ത്യാനിയും തമ്മിൽ കലഹിക്കേണ്ട ഒരു ആവശ്യമില്ല. കലഹത്തിൻ്റെ പിന്നിൽ കച്ചവടമാണ്. എന്താണ് കച്ചവടം? രാഷ്ട്രീയ കച്ചവടം. രാഷ്ട്രീയ കച്ചവടം എന്ന് മാറ്റിച്ചാൽ ഈ മതങ്ങളുടെ വിഭാഗങ്ങൾ, ഇപ്പം ലോകാവസാനത്തിൻ്റെ വേദമല്ലല്ലോ ഹിന്ദുവേദം, ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ റബ്ബിൽ നിന്ന് കിട്ടുന്ന, പടച്ചവനിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളാണ് എന്ന് തന്നെ ഓക്കെ. എങ്കിൽ അവസാനത്തെ സന്ദേശമല്ലല്ലോ ഹിന്ദുവേദങ്ങൾ. ഇതേ പടച്ചവന് ഇനി വേറെയും കുറേ വേദങ്ങളും കുറേ നബിമാരെയും അയക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ വേദങ്ങളിൽ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്തിനാ പറഞ്ഞേ? അതിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഹിന്ദു വേദങ്ങൾ പടച്ചവനിൽ നിന്ന് വന്നു എന്ന ഒരു സങ്കല്പം അങ്ങനെ പറയാനേ കഴിയൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ കഴിയില്ല. പക്ഷെ മനുഷ്യനായി കടത്തിക്കൂട്ടിയ ശകലങ്ങൾ ഉണ്ടായേക്കാം, അത് എവിടെ ഉണ്ടായേക്കാം. ഖുർആൻ അല്ലാത്തതിലെല്ലാം. ഖുർആൻ അതിൽ ഇമ്പോസിബിൾ ആണെന്ന് ഇറക്കിയോ തന്നെ പറഞ്ഞതുകൊണ്ട് മാത്രം. അപ്പം അത് അതിൻ്റെ അർത്ഥം അത് മുഴുവൻ തള്ളിക്കളയേണ്ടതെന്നല്ല, ഒരിക്കലും അല്ല. എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും മനുഷ്യൻ കയറ്റിയിട്ടുണ്ടാവുക. ചില പ്രധാനപ്പെട്ടത് ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിൽ നമുക്ക് നഷ്ടം. അതേസമയത്ത് നിലനിൽക്കുന്നതിൽ പലതും ദൈവികം തന്നെയാണ്. അപ്പോൾ പഠനം നടത്തണം. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വേദം അവസാന വേദമല്ലല്ലോ. അക്കാലത്ത് വന്ന പടച്ചവൻ്റെ ദൂതന്മാരായ ആ പുണ്യവാളന്മാർ അവസാനത്തെ നബിമാരും അല്ലല്ലോ. പിന്നെ എന്തിനാണ് ആ വേദത്തിൽ ലോകാവസാന അടയാളങ്ങൾ കൊടുത്തത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇന്നലെ രാത്രി പഠിച്ചപ്പോൾ മനസ്സിലായതാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരു സത്യം അള്ളാഹുവിനറിയും ഇത് ലോകാവസാനം വരെ ഈ വേദം അതിൻ്റെ അല്പഭാഗമെങ്കിലും നിലനിൽക്കും. അതിൽ വിശ്വസിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കും ചിലപ്പോൾ അതിലൂടെ ഒരു സാൽവേഷൻ, ഒരു മോക്ഷം കിട്ടാം. ഞാൻ സർവമത സത്യവാദിയാകല്ല, അതൊന്നല്ല ഞാനീ പറയണത്. ഈ സാൽവേഷൻ്റെ അടിസ്ഥാനം എന്താ? ഇത് പഠിക്കുമ്പോൾ അവർ അതിനപ്പുറം പഠിക്കാൻ നിർബന്ധിതരാവും.
അപ്പോൾ ഇത് ശരിക്കും പഠിക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ തന്നെ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു മുഹമ്മദ് നബി പഠിക്കാൻ അയാൾ നിർബന്ധിതനാവും. അയാൾക്ക് കണ്ണും കാതും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്ക് ഒന്നുകൂടി വിശാലമായ വെളിച്ചത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പോയിന്റ് നമ്പർ 1, തിരിച്ച് ഇങ്ങോട്ട് നമ്മളെ വേദങ്ങൾ പഠിച്ചു. പിന്നെ നമ്മളെ പണ്ഡിതന്മാർ ഇത് പഠിക്കുകയാണെങ്കിൽ അവരോടുള്ള ദേഷ്യം നമുക്ക് തീരും. ആ വേഷത്തോടുള്ള ദേഷ്യം വരെ തീരും. ഉദാഹരണം പറയാം, കാവ്യവസ്ത്രം ധരിക്കുന്നവരോട് എനിക്ക് നമ്മൾ പല ആളുകളാകുമ്പോൾ സ്വാഭാവികമായും കാവ്യവസ്ത്രം നമ്മളെ വസ്ത്രമല്ലല്ലോ. അപ്പോൾ കാവ്യവസ്ത്രം നമ്മളെ വസ്ത്രം അല്ലാത്തത് കൊണ്ട് നമുക്കത് അന്യവസ്ത്രം എന്നൊരു ധാരണ ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു, ഒരു അന്യവസ്ത്രമാണ് കാവ്യവസ്ത്രം. പക്ഷേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിനെ പറ്റി ആഴത്തിൽ പഠിക്കുമ്പോൾ ഈസാ നബി വരുന്നത് കാവ്യവസ്ത്രത്തിലാണ്. ഈസാ നബി വരുമ്പോഴുള്ള വസ്ത്രം കാവ്യവസ്ത്രത്തിലാണ്, കാവ്യയില ആകാശത്തു നിന്ന് ഇറങ്ങി വരുമ്പോൾ കാവ്യവസ്ത്രമാണ്. അപ്പം എന്തോ ഇതിലൊക്കെ ചില ബന്ധങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അതിങ്ങനെ അങ്ങനെ കാറ്റിൽ പറക്കും. അതിൻ്റെ ഒരു മനോഹരമായ ഭംഗി ഞാൻ പലപ്പോഴും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ട്. പ്രധാനം ബുദ്ധ ഭിക്ഷുക്കൾ അവരുടേത് കാവ്യ, ഹൈന്ദവ ഭിക്ഷുക്കൾ അവരുടേതും കാവ്യ. ഈ വസ്ത്രത്തെ നീ അന്യവസ്ത്രം ധരിക്കണ്ട, അതും നിന്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നീ അത് ധരിക്കണ്ട, നീ വേറൊരു വേദക്കാരനാണ്. പക്ഷെ ആ വേദക്കാരൻ നീ ശത്രുവായി കാണണ്ട. നിനക്ക് പേര് പറ്റ ഇനി ഒരാളിന് വരുന്നുണ്ട് ഈ വസ്ത്രത്തിൽ. സയ്യിദുനാ ഈസ. നമ്മൾ വെള്ളയും ഇട്ടല്ല വരിക. അതിൻ്റെ അടുത്ത് വെള്ളയും അവരും ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈസായും മഹ്ദിയും വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു ജനത ഹിന്ദുക്കളാണ് എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ എന്നെ ആട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് തലയിൽ കയറുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് സത്യം, 100 വട്ടം സത്യം, 100 വട്ടം സത്യം. അപ്പം ഈ വേദങ്ങൾ ഇത് 5000 കൊല്ലം മുമ്പ് ഈ വേദശകലങ്ങൾ പടച്ചതമ്പുരാന് ഒരു വിഭാഗത്തിന് അയച്ചു കൊടുക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ കാണുന്നതാണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഒരിക്കലും കാണാത്തതാണ് ഇപ്പോൾ ഇതിൽ വെളിവായി കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ശ്ലോകങ്ങൾ ഇങ്ങനെ വായിക്കും. അപ്പം നിങ്ങൾക്കത് വെളിച്ചം തീരോ, സത്യമല്ലേ, ശരിയല്ലേ. എന്നാൽ ഒരു ജനതക്കത് ശരിയല്ല എന്നാൽ വിശ്വാസം കൊണ്ട് ആ വേദം സംരക്ഷിച്ചതാണ്. അവരെ കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല. ഇന്ന് നമ്മളത് കണ്ണിൻ്റെ മുന്നിൽ കാണാം. ഭാഗവതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മഹാഭാരതത്തിലെ വനപർവം ഇന്ന് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. മാർക്കണ്ഡേയ പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. വിഷ്ണു പുരാണം നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു. അപ്പം ആ ജനത ആ വചനങ്ങൾ സംരക്ഷിച്ചു പോരുന്നത് നമ്മുടെ മുൻഗാമികൾ ഹദീസുകൾ സംരക്ഷിച്ച പോലെ തന്നെയാണ്. അതവർ കണ്ണിന് മുന്നിൽ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു ജനതയിൽ അങ്ങനെ വരും. അപ്പം ഇന്ന് നമ്മൾ ഇതിങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ണിന് മുന്നിൽ കാണും. അപ്പം ഇവിടെ പിശാച് കളിക്കുന്ന മൂന്നാമത്തെ കളി നമ്മൾ മനസ്സിലാക്കണം. എന്താ പിശാച് കളിക്കുന്നത്? ഈ 2 വിഭാഗങ്ങളുടെയും ഇടയിൽ അകറ്റുമ്പോൾ പിന്നെ വേദവും പഠനവും അവിടെ ഉണ്ടാവില്ല. വാളും കത്തിയുമാണ് പിന്നെ അവിടുത്തെ വിഷയം. നമ്മളെ പണ്ഡിതന്മാരും അവരുടെ പണ്ഡിതന്മാരും കൂടെ ഇരിക്കുക. അവരുടെ പണ്ഡിതന്മാരിൽ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാരുണ്ട്. ഹിന്ദു പണ്ഡിതന്മാർ അഗാധ ജ്ഞാനം, ചെറിയ വിവരമൊന്നുമല്ല, അഗാധ ജ്ഞാനം. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മളെ കൂട്ടത്തിലും ഉണ്ട്. ഏതൊരു ജ്ഞാനിയുടെ മുകളിലും മറ്റൊരു ജ്ഞാനി ഉണ്ടാവും. അഗാധ ജ്ഞാനം. ചിന്തിക്കും. ഈ അടുത്ത കാലത്ത് കൽക്കിയെ പറ്റിയുള്ള ചില ചർച്ചകൾ വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കൽക്കി നബിയാണ് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു, കൽക്കി നബിയാണ്.
പക്ഷേ അതേസമയത്ത് ഈ പിൽക്കാലഘട്ടത്തിൽ വന്ന പഠനങ്ങൾ ഞാനും തന്നെ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൽക്കി നബി അല്ലാന്ന് ബോധ്യപ്പെട്ടു. കൽക്കി ആവാൻ തരമുള്ള ഒരേ ഒരാൾ മഹദിയാണ്. ഈ ഭാഷ കൽക്കിയെ മഹദിയെയും ചേർത്ത് വെച്ചുകൊണ്ട് എഴുതിയ ഹൈന്ദവ പണ്ഡിറ്റുകളുണ്ട്, അഗാധ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ. മനസ്സിലോണ്ട് പറഞ്ഞത് കൽക്കി അത് ഏകദേശം അത് എൻ്റെ വീക്ഷണ പ്രകാരം കൽക്കി എൻ്റെ വീക്ഷണ പ്രകാരം കൽക്കി മഹദിയാവാനേ തരമുള്ളൂ. ഹിമാലയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് കൽക്കി. പിന്നീട് ഒരിക്കലും ഈ റംസാനിൽ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനൊന്നും സമയം കിട്ടൂല. റംസാനോട് അവസാനിക്കാൻ പോവാണ്. ഇന്നത്ര 24 അപ്പം ഇനി അതൊന്നും അങ്ങ് പറയാൻ നേരല്ല. പിന്നെ ഒരുപക്ഷെ അവസാനം അടുത്ത റംസാനെ മറ്റു പറയാം. അല്ലാഹു സഹായിച്ചാൽ അല്ലാഹു സഹായിക്കട്ടെ. വളരെ വലിയ പഠനം. കാരണം കൽക്കിയിലേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് വരാൻ കഴിയില്ല. കൽക്കിയുടെ ഗ്രാമം വരെ കൃത്യമാക്കിയിട്ടുണ്ട് വേദങ്ങൾ, ഹൈന്ദവ വേദങ്ങൾ ഹിമാലയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയതും തമ്മിൽ ഇത് പഠിച്ചു നോക്കുമ്പോൾ ഒരു സാമ്യതയും വരുന്നുണ്ട്. അതായത് ആദ്യകാലം ഞാൻ വിചാരിച്ച മഹദി മദീനക്കാരനാണ്, പക്ഷെ അസ്ലിയുൽ മദീനയാണ്, അസ്ലി മദീനയാണ്, പക്ഷെ മദീനക്കാരൻ അല്ല. അപ്പോൾ ഹിമാലയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹിമാലയ കറക്റ്റാണ് ആ പറയുന്നത്. എന്തുകൊണ്ട്? ഹിമാലയത്തിൻ്റെ ഒരു സൈഡാണ് അഫ്ഗാന്. നമ്മൾ കണക്കാക്കുന്ന മഹദിക്ക് മിക്കവാറും അത് അഫ്ഗാനുമായി വലിയ ബന്ധമുണ്ട്. അപ്പം ഈ രണ്ടാളും ഒരാൾ തന്നെയായിരിക്കും, സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ആൾ പുറം നാട്ടിലേക്ക് പോകാത്തവരും പുറം നാട്ടുകാർ അങ്ങോട്ട് വരാത്തവരുമായ ഒരു ഗ്രാമമാണ് കൽക്കിയുടെ ഗ്രാമം എന്ന് വേദങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രാമമാവാനേ ഇത് തരവുമുള്ളൂ. ഞാൻ നിങ്ങളോട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ഒരു വണ്ടി വന്നാൽ അതിൽ നിന്ന് തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഗ്രാമങ്ങൾ അഫ്ഗാനിലുണ്ട്. അവരെന്ത് ചെയ്യും? അവർ സൂക്ഷിച്ചു വെച്ച മൃഗത്തിൻ്റെ തോലുകളും മറ്റും കൊടുത്തേക്കും. അതിന് അവർ പണം കൊടുക്കുമ്പോൾ ആ പണം കൊണ്ട് ഇത് വാങ്ങും. അവരുടെ കയ്യിൽ പണം ഇല്ല. ഇപ്പോഴും അവരങ്ങനെ ജീവിക്കുന്നത്. മഞ്ഞുമലകൾ മൂടിയ പ്രദേശത്തിന് നടുവിൽ മഞ്ഞിനടിയിൽ വസിക്കാൻ കഴിയുന്ന ചില പ്രത്യേക കരുത്താണ് അവർക്കുള്ളത്. ചില പ്രത്യേക ജീവികളെ അവർ വളർത്തും. സ്കൂൾ മദ്രസ ഒന്നുമില്ല, അതുകൊണ്ട് ആരും വല്ല നാശാക്കാനുമില്ല. സിന്ദാബാദ് കൂടിയില്ല, ട്രേഡ് യൂണിയനുകളില്ല, ഒന്നുമില്ല, പൈസയില്ല. ഇന്ന് ജീവിക്കാം. ഇങ്ങനൊരു ഗ്രാമം ലോകാവസാനത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തെക്കുറിച്ച് ഹിന്ദു വേദങ്ങൾ പറയുന്നുണ്ട്. ഇനിയും പഠനം നടക്കണം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ, നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ തള്ളിക്കളയരുത്. ഓമ്പം ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല, ഓനും ശരിയില്ല. നമുക്ക് ശരിയുള്ള ആളുകളില്ല, ഒക്കെ ശരിയില്ലാത്തവരാണ്. അവരും ശരിയില്ല, അവരും ശരിയില്ല, ക്രിസ്ത്യാനി ശരിയില്ല, ഹിന്ദു ശരിയില്ല, ബുദ്ധൻ ശരിയില്ല, മറ്റവൻ ശരിയില്ല, മറ്റവൻ ശരിയില്ല. അവരൊക്കെ ലോകാവസാനം വരെ നിലനിർത്തുന്ന പഠിച്ചവന് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇതെല്ലാം കൂടി കലക്കി കൂട്ടിയിട്ട് ഒന്നാക്കിയിട്ട് പഠിച്ചവനെ എല്ലാവരും കൂടി മുസ്ലിമാക്കി മരിപ്പിച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ റഹ്മത്തുൽ ആലമീൻ ജീവിക്കുമ്പോൾ വരും വളരെ വളരെ ന്യൂനപക്ഷം മാത്രമാണ് നബിയുടെ ആളുകൾ. അവർ ലോകാവസാനം വരെ നബിയുടെ ആളുകൾ ന്യൂനപക്ഷം തന്നെ ഇരിക്കും. അവർ ഭൂരിപക്ഷവും അവരിന്ന് ഭൂരിപക്ഷം ഉണ്ടല്ലോ. ആ ഭൂരിപക്ഷത്തിലും 2 വിഭാഗമുണ്ട്. കെട്ടവര് നല്ലൊരു, നമ്മളിലല്ലേ കെട്ടവര് നല്ലൊരു. കെട്ടവര് നല്ലവര് എന്നതില്ലാത്ത ഒരു സൊസൈറ്റി ലോകത്തില്ല. ഏത് ജനതയാണെങ്കിലും അതിൽ കെട്ടവരും ഉണ്ടാവും, കെട്ടവരും ഉണ്ടാവും, നല്ലവരും ഉണ്ടാവും. വല്ലാതെ മനുഷ്യ സ്നേഹമുള്ള ആളുകളുണ്ടാവും. അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും. മനുഷ്യത്വം നിങ്ങളെ നന്മയായി പറയുന്നതാണ് എന്ത്? ബന്ധ ദിവസം നിങ്ങൾ ശബരിമലക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു, ഓക്കെ, നിങ്ങൾ നന്മയായി പറയുന്നതാണ്. തിരിച്ചു പറയും. ആലപ്പുഴയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ഹിന്ദുക്കൾ അവരുടെ വീടുകൾ തുറന്നു കൊടുത്തു. കാസർഗോഡ് സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ഹിന്ദുക്കൾ അവരുടെ വീടുകൾ തുറന്നു കൊടുക്കുകയും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഇതുണ്ടായിട്ടില്ലേ?
പറയും ഇതുണ്ടായിട്ടുണ്ടോ ഇല്ലേ, നല്ലവരല്ലേ പറയ്ക്കുള്ളൂ. ഏത് ജനതയിലുണ്ട് എന്ത് പറ, ഏത് മനുഷ്യപ്പറ്റുള്ളവർ ഏത് ജനതയിലുണ്ട്, തിരിച്ചുണ്ട്. ഇപ്പം ബാബാ സുരേഷിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂയുടെ ഭാഗം ഒരാൾ എനിക്ക് അയച്ചത് ഈ അടുത്ത ദിവസം. അപ്പം ഞാൻ അതിൽ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പാമ്പ് കയറി എന്നറിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിലേക്ക് അവരെ ഭയപ്പെടും. വീട്ടിൽ പാമ്പ് കയറി, മൂർഖൻ പാമ്പ് കയറി. പാമ്പിനെ പിടിക്കാൻ വേണ്ടി രാവിലെ 10 മണി മുതൽ ആ വീട്ടിൽ ചെന്നിട്ട് വൈകുന്നേരം 6 മണി വരെ നിന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നില്ല ആ വീട്ടുകാർ. ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. അവരെ വീട്ടിൽ കയറിയ പാമ്പിനെ പിടിക്കാൻ പോയതാണ് ബാബാ സുരേഷ്. കേരളത്തിലെ ഏറ്റവും വലിയ പാമ്പ് കൊടുത്തക്കാരനാണല്ലോ ആര്. അത് നന്മയാണ്. ഇപ്പം അയാളാ ചെയ്യുന്ന നന്മയല്ലേ പറയും, അയാളാ ചെയ്യുന്ന നന്മയല്ലേ, 100% നന്മയല്ലേ, നന്മയാണല്ലോ. അതിനൊരാൾ വേണ്ടേ? നമുക്ക് പാമ്പ് നമ്മ പേടിയല്ലേ. ഒന്ന്, ഈ പാമ്പിനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഇന്ന് മെഡിക്കൽ ലോകത്തിനുണ്ട്. അപ്പം അതിന് ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെ വലിയ ഉപകാരമുണ്ട്. പാമ്പിൻ്റെ വിഷം കൊണ്ട് ഉപകാരമുണ്ട്. ഒരു മെഡിസിനാണ്. എന്ത് മെഡിസിൻ ചേർക്കുന്നതാണ് പാമ്പിൻ്റെ വിഷം. വളരെ വലിയ. അതിന് ബാബാ സുരേഷിനെ പോലത്തെ ഒരാൾ നമ്മൾ തച്ചുല്ലല്ലേ ജീവനോടെ പിടിക്കണം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ അയാൾ പാമ്പ് പിടിച്ചിട്ട് ഒരു മുറുക്ക് വെള്ളം പോലും കൊടുത്തില്ല. അവസാനം വൈകുന്നേരം ആയപ്പോൾ കുറച്ച് വെള്ളം വേണം എന്ന് വീട്ടിലെ സ്ത്രീകളോട് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ടയിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. അപ്പോൾ കൂടെ ഉള്ള ആൾ പറഞ്ഞു കുടിക്കേണ്ട, അതവർ കക്കൂസിൻ്റെ പാട്ടയിൽ ഒന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരുടെ ധാരണ എന്ത്, ഇവനൊരു കറുകർത്താളാണ്, മനസ്സിലായില്ല, അവൻ ഇപ്പോൾ താഴ്ന്ന ജാതിയാണ്. അപ്പോൾ അവന് വെള്ളം കൊടുക്കരുത് എന്ന ഒരു മനുഷ്യൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ. സത്യത്തിൽ പാമ്പിനേക്കാൾ വിഷമാണല്ലോ ഈ മനുഷ്യന്മാർ, മനസ്സിലായി. സത്യത്തിൽ അവിടെ പാർക്കുന്നത് പാമ്പ് അവിടെ വരാൻ തന്നെ കാരണം എൻ്റെ ചങ്ങായിമാരവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതങ്ങനല്ലേ. അപ്പോൾ ഏത് ജനതയിലും ദുഷ്ടന്മാരുണ്ടാവും, ഏത് ജനതയിൽ നല്ലവരുണ്ടാവും. ഭൂലോക ദുഷ്ടന്മാർ മുസ്ലിമീങ്ങളില്ലേ? ഇല്ലേ? അല്ല, അവരല്ല IS ഭൂലോക ദുഷ്ടന്മാർ. അവർക്ക് എന്ത് ന്യായീകരണം പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാൽ ഞാനതിനെ കൂടെ ഉണ്ടാവില്ല, ഞാനതിലുണ്ടാവില്ല. IS കുറിച്ചുള്ള ഹദീസുകളൊക്കെ കൃത്യമായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണില്ല. പിന്നെ എന്തിനാ പറയുന്നത്? IS എന്ന വിഭാഗം വരും എന്നതിന് മുത്തുനബി 1400 കൊല്ലം മുമ്പ് പറഞ്ഞു വെച്ച ഹദീസ് കൃത്യമായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യം ഞാൻ പറയാതിരിക്കണം. ഞാൻ വെറുതെ ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കണ്ട. പിന്നെ കൂടുതൽ ശത്രുത മൂല്യമാർക്കണ്ട. ഒരു കാര്യം പറയുമ്പോൾ ശത്രുത. എന്തുകൊണ്ട്? അവർ കോംപ്രമൈസായി പോകാൻ വിചാരിക്കുന്ന വിഭാഗത്തിനെതിരെ പിന്നെ ഇയാൾ ശത്രുത ഉണ്ടാക്കുകയാണ്. പക്ഷെ കണ്ടറിയാത്തും കൊണ്ടറിയും. നിങ്ങൾ കൊണ്ടറിയും, ഉറപ്പുകൾ കൊണ്ടറിയും. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ പണ്ഡിതന്മാർ, സാധാരണക്കാർ ഇത് പഠിക്കേണ്ടതുമല്ല. സാധാരണക്കാർ ഇതിൽ പഠിച്ചിട്ടൊന്നും കിട്ടാനുമില്ല. ഇത് പണ്ഡിതന്മാർ പഠിക്കണം. അവരെ പണ്ഡിതന്മാർ നമ്മുടെ ലോകാവസാന അടയാളങ്ങളും പഠിക്കണം. ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടാകും ഇവർക്ക് രണ്ട് കൂട്ടർക്കും കൂടി ചില പ്രതിരോധങ്ങൾ തിന്മക്കെതിരെ തീർക്കാൻ കഴിയും. ആ അടയാളങ്ങളെ നിരാകരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പോലും ആ അടയാളങ്ങൾ ജനങ്ങളിൽ വരുത്തിയിരിക്കുന്ന അപകടങ്ങളെ തടയാൻ നമുക്ക് കഴിയും. ഉദാഹരണം പറയാം, വ്യഭിചാരം വർദ്ധിക്കുക എന്നതും വിവാഹം ഇല്ലാതായിത്തീരും എന്നതും രണ്ട് മതങ്ങളിലും ലോകാവസാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. an എക്സാമ്പിൾ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ തന്നെ അതിൻ്റെ 1% എടുത്തിട്ടില്ല. ഒരു പ്രഭാഷണം തീരുമില്ല. അതായത് നിങ്ങൾക്ക് പറയാം, ഇപ്പം മദ്യം കഴിക്കുക, വ്യഭിചാരം അധികരിക്കുക, ഇത് കോമൺ ആയി രണ്ട് മതത്തിൻ്റെയും ലോകാവസാനത്തിലുണ്ട്. മദ്യപാനം അധികരിക്കുക, അതേപോലെ തന്നെ വ്യഭിചാരം അധികരിക്കുക. ഇത് ഹൈന്ദവ വേദങ്ങളിലെ ലോകാവസാന അടയാളങ്ങളിൽ പറയുന്നുണ്ട്. എവിടെയുണ്ട്? വക്കസ്റത്തു സിന വക്കസ്റത്തു ഷുർബിൽ ഖംരി, കള്ളുകൂടി അധികരിക്കലും വ്യഭിചാരം അധികരിക്കലും നമ്മുടെ വേദത്തിലുണ്ട്. അല്ലോ, മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും ഇത് ലോകാവസാനത്തിൽ അധികരിക്കും, ഉറപ്പ്.
പക്ഷേ ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും കൂടി ഇരുന്നാൽ സൊസൈറ്റിയിൽ അത്തരം ആളുകളുള്ള ഏരിയയിൽ അതിൻ്റെ വ്യാപനം ഒരളവോളം തടയാൻ കാരണമാവും. കുളത്തിൽ പായലുണ്ടാകുമെന്നും മനുഷ്യൻ്റെ സ്പർശമില്ലാത്തെങ്കിൽ കുളത്തിൽ പായൽ വന്ന് കുളം മൂടുമെന്നും ഉറപ്പാണ്. അപ്പോഴാണ് നമ്മൾ 4 ആള് കുളത്തിലിറങ്ങിയത് എങ്കിൽ ഓരോരുത്തരും അവരുടെ ഏരിയയിൽ നിന്ന് പായലിനെ അങ്ങോട്ട് തള്ളിവിടുകയാണ് എങ്കിൽ ആ ഒരു വൃത്തം വിശാലാവുമല്ലോ, അവിടെ ശരിക്ക് കുളിക്കാലോ. ഒരാൾ ഒറ്റക്കാണെങ്കിൽ അതിനൊരു പരിധി ഉണ്ടല്ലോ. മനസ്സിലായില്ല? നിങ്ങൾ കുളപ്പായൽ തട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യകലത്തിലല്ലേ നടക്കൂ. തൊട്ടപ്പുറത്ത് വേറൊരാളുണ്ടെങ്കിലോ അയാളെ കയ്യകലം കൂടി കുളപ്പായൽ തടയുമല്ലോ. അതിനപ്പുറത്ത് വേറൊരാളുണ്ടെങ്കിലോ. അപ്പോൾ കുളപ്പായൽ എന്നത് കുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യമാണെങ്കിലും കുളിക്കുന്നതിനതിൽ അതാണ് കുളിക്കുന്ന ശല്യമാണ് കുളപ്പായൽ. ആണോ? അല്ലേ? ആണ്. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തടഞ്ഞാൽ എല്ലാവരും കുളിക്കാൻ കഴിയില്ല. അപ്പൊ കുളപ്പായലില്ലാത്ത ശുദ്ധജലത്തിന്റെ വൃത്തം വലുതാക്കാൻ ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസിങ് വഴി സാധ്യമാവും. അതാണോ? നല്ലതാണോ? അല്ലേ? അത്രല്ലേ? നല്ലതല്ലേ? ഈ ഹൈന്ദവ സമൂഹധരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹിന്ദു വേദങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. ഹിന്ദു വേദങ്ങൾ പഠിച്ചാൽ ഒരിക്കലും വർഗീയത ഉണ്ടാവില്ല. ഇസ്ലാം വേദം പഠിച്ചാലും വർഗീയത ഉണ്ടാവില്ല. ഇതിന്റെ പേരിൽ നടന്ന രാഷ്ട്രീയ താല്പര്യക്കാരാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്നാൽ ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ താല്പര്യക്കാർ. അവർക്ക് അതിന്റെ പേരിൽ ലാഭമുണ്ട്. അപ്പൊ ഈ പഠനങ്ങൾ ഞാൻ ഇവിടുന്ന് പഠിക്കാനുള്ള കാരണം ഈ പഠനങ്ങൾ വളരെ അനിവാര്യമായ പഠനങ്ങളാണ്. ഒന്ന്, വളരെ വലിയ വെളിച്ചത്തിലേക്ക് ഇത് വഴി തുറക്കും. ഈ മതം ഏതായാലും ലോകാവസാനം വരെ ഉണ്ടാകുമെന്നും ഈ മതത്തിൻ്റെ പ്രമാണങ്ങൾ കൊണ്ട് ലോകാവസാനത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകുമെന്നും പടച്ച തമ്പുരാൻ അറിയുന്നത് കൊണ്ടല്ലേ ഈ വേദക്കാർക്ക് ഈ സന്ദേശം കൊടുത്ത് അവരത് സൂക്ഷിച്ചു കൊണ്ടുവരുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതൊന്നും പൂർണ്ണമായി അവർക്ക് നഷ്ടപ്പെടൂല പൂർണ്ണമായി. അല്ലെങ്കിൽ പടച്ചവനത് കൊടുക്കൂലല്ലോ. ലോകാവസാനം വരെ ലോകാവസാനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഇതാണ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കത് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാരണം കൊടുക്കപ്പെട്ട ജനതയ്ക്ക് ലോകാവസാനം ഇല്ലല്ലോ. അപ്പോൾ പിൽക്കാലക്കാർക്ക് വേണ്ടിയല്ലേ. ഉദാഹരണം, പേർഷ്യൻ ഭാഷയിലേക്ക് രാമായണവും മഹാഭാരതവും തർജ്ജമ ചെയ്യുന്നത് ഷെയ്ഖ് അൽബിറൂനിയാണ്. അൽബിറൂനിയുടെ കാലഘട്ടം അൽബിറൂനിയുടെ കാലഘട്ടം AD 973, 1048 മരണം. അൽബിറൂനി അദ്ദേഹം ഷാഫി മദ്ഹബ്. ഷെയ്ഖ് അൽബിറൂനി അൽ-ഇമാം അൽബിറൂനി ഷാഫി മദ്ഹബ്. അവർ ജനിക്കുന്നത് AD 973. അപ്പോൾ ബിഫോർ 1000, 1000 മുമ്പ്. 632 ആരും മരിച്ചു, വഫാത്തായി. പുണ്യ റസൂൽ വഫാത്തായി. റസൂലിൻ്റെ മരണം AD 632. പിന്നെ ഒരു 300 കൊല്ലം കഴിയുമ്പോൾ, 300 ചില്ലാനം കൊല്ലം കഴിയുമ്പോൾ അൽബിറൂനി ജനിക്കുകയാണ്. ഒരുപാട് ഇമാമിങ്ങൾ ഇതിനിടയിൽ ജനിച്ചു, ശേഷവും ജനിച്ചു. ഒരു ഉത്തമ കാര്യത്തിന് തൊട്ടുള്ള ആളാണ്. ഒരു 100 നൂറ്റാണ്ടിൻ്റെ ഇത്ര വിടവേ ഉള്ളൂ. AD 973 ജനിച്ചിട്ട് 1048 അൽബിറൂനിയുടെ മരണം. AD 1048. ഈ 48 നിങ്ങൾക്കൊരു വലിയ ബന്ധമുണ്ട്. ഈ 48മായി 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒസാരി ജനിച്ചു. AD 1058 ഒസാരി ജനിച്ചു. 10 കൊല്ലം മുമ്പ് അൽബിറൂനി മരിച്ചു. അപ്പോൾ ഒസാലിയുടെയും മുമ്പുള്ള ആളാണ് ആര്? അൽബിറൂനി. ഷാഫിഈ അഷ്അരി വിശ്വാസധാരയും ഷാഫിഈ കർമ്മധാരയും കൊണ്ട് നടന്ന ആളാണ് ആര്? ഷെയ്ഖ് അൽബിറൂനി. അദ്ദേഹമാണ് രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ലോക ചരിത്രത്തിൽ ആദ്യമായി. മാത്രമല്ല ഇതിനെയെല്ലാം ഒരു അധ്യായങ്ങൾ നിശ്ചയിക്കുകയും അതിനൊക്കെ ഒരുപാട് പണി അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഒരുപാട് പണിയാണ്. പിൽക്കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ അൽബിറൂനിയുടെ പഠനം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതായത് വേദങ്ങൾ അങ്ങനെ അധ്യായങ്ങളും ക്രമവും ഇല്ലാതെ കിടക്കുന്ന ചില വേദങ്ങളെയെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? കൃത്യമായി ക്രോഡീകരിച്ചു. പിൽക്കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ അൽബിറൂനിയുടെ പഠനങ്ങൾ കാരണമായിട്ടുണ്ട്. ഇതൊന്നും പിന്നെ മുസ്ലിം ഇമാമായ ഇത്രയും വലിയൊരു പണ്ഡിതൻ, ഇത് ഒസാരിക്ക് മുമ്പുള്ള ഒസാരി
1058 ജനിച്ചു. ഗസാലിയുടെ ജീവിതകാലം ഒരാൾ മറക്കരുത്. നമ്മളെ ഒരു വലിയ ആളാണ് ആര്? ഗസാലി. മരണേതാ? മരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മരണേതാ? 1111. ജനനം 1058, മരണം 1011. അങ്ങനെ ഗസാലിയുടെ കാലഘട്ടത്തിലാണ് യൂറോപ്യൻസ്, ഗസാലിയുടെ കാലഘട്ടത്തിലാണ് ഏഷ്യയിലേക്ക് കയറുന്നത്. ഖുദ്സ് യൂറോപ്യൻസ് പിടിച്ചടക്കുന്നത് 1099, 1099. ആ കാലത്ത് വനവാസത്തിലാണ് ഗസാലി. ഗസാലി വനവാസത്തിൽ പോകുന്നത് 1096. എവിടെയെന്ന് അറിയില്ല, 10 കൊല്ലം എവിടെയെന്ന് അറിയാതെ ജീവിച്ചിട്ടുണ്ട്. പിന്നെ 1106 തിരിച്ചു വന്നു, 10 കൊല്ലം. ഗസാലിയുടെ വനവാസകാലം ഈ വനത്തിൽ വസിക്കല്ല, എന്ത് മറഞ്ഞുപോയി, എവിടെയാണെന്ന് അറിയൂല ആർക്കും. അദ്ദേഹത്തിനല്ലാതെ ആർക്കും അറിയില്ല, അദ്ദേഹത്തിനും റബ്ബിനും അല്ല, വേറെ ആർക്കും അറിയില്ല എവിടെയുണ്ട്. എന്തുകൊണ്ട്? റബ്ബിനെ തേടിപ്പോയി. 1096, 1099 ആദ്യത്തെ ഖുദ്സിലെ കുരിശ് ആക്രമണ വിജയം 1099. പിന്നെ 1111 ഇമാം ഗസാലി മരിച്ചു. 1037 സുൽത്താൻ സലാഹുദ്ദീൻ ജനിച്ചു. മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം. ആയിരത്തി 1187 സുൽത്താൻ സലാഹുദ്ദീൻ ഖുദ്സ് തിരിച്ചു പിടിച്ചു. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു നവോത്ഥാന കാലഘട്ടം. ഈ നവോത്ഥാനത്തിൻ്റെ ശില്പിയാണ് ആര്? ഇമാം ഗസാലി. ഗസാലി ഇതിനൊന്നും ഖുദ്സോ മറ്റോ ഒന്നുമില്ല. എന്നാൽ ഗസാലിയുടെ രചനകളാണ് പിൽക്കാലഘട്ടത്തിൽ ഇവരെയൊക്കെ സ്വാധീനിച്ചത്. ആ രചനകളെ സ്വാധീനിച്ച മറ്റൊരാളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ഗസാലി ജനിച്ച് 10 വർഷം, 10 ചില്ലറ വർഷം 1070 സിസ്റ്റത്തിലാണ്. 1970 സിസ്റ്റം അല്ല, 1070 സിസ്റ്റത്തിലാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജനിക്കുന്നത്. 1164 മരിച്ചു. അപ്പോൾ ഒറ്റ കാലാണ്. ഖുദ്സ് മോചിപ്പിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ മരിച്ചു. പക്ഷെ ഇവർക്ക് ഈ ഗസാലിയുടെ സ്വാധീനം ആർക്ക് കിട്ടി? ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന് കിട്ടി. ആ സ്വാധീനം സുൽത്താൻ സലാഹുദ്ദീന് കിട്ടി. സുൽത്താൻ സലാഹുദ്ദീൻ മരിക്കുന്നത് 1192, ഖുദ്സ് മോചിപ്പിക്കുന്നത് 1187. ഗസാലി മരിക്കുന്നത് 1111, ജനിക്കുന്നത് 1058. അൽബറൂനി മരിക്കുന്നത് 1048. നമ്മളെ നേതാക്കന്മാർ അവർക്ക് ലോകത്തിന് വലിയ ഉപകാരം ചെയ്ത മനുഷ്യന്മാരാണ്. അവർ നമ്മൾ പഠിക്കണം. അപ്പം അത്രയും വലിയ ആളുകളൊക്കെ ഇതിൽ കൈവച്ച് പോയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾക്കപ്പുറം ചിന്തിച്ചില്ല. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ നാശങ്ങളൊക്കെ ഉണ്ടായത്. അതിന് ചില കാരണങ്ങളുണ്ടായി. എല്ലാത്തിനും നമ്മളെ കൂട്ടത്തിൽപ്പെട്ടതിനെ തള്ളിക്കളയുന്ന രീതികളാണ് പിന്നീട് വന്നത്. അവ ഇതിനെ അപ്പുറത്തേക്ക് നോക്കൂലല്ലോ, ഒക്കെ പേച്ചലായി തള്ളി. പേച്ചില്ല എന്ന് ഞാൻ പറയല്ല, പിഴച്ചാലും പിഴക്കാന്ന് പറഞ്ഞാലും നന്മയിൽ നന്മ ഉണ്ടായാലല്ലേ പിഴക്കുള്ളൂ. നന്മയെന്നാണ് പേച്ചു, തിന്മയെന്ന് പേച്ചുകൂല. തിന്മയെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ അതിലും നന്മ ഉണ്ടാവും. ഇത് ഹദ്ദസ കദബ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞാൽ കളവ് പറയും. അപ്പൊ ഇതിനർത്ഥം കളവ് മാത്രം പറയുകയാണെങ്കിൽ ആരും അവനെ കൂട്ടൂലല്ലോ. അപ്പൊ അവൻ്റെ കയ്യിൽ എന്ത് പറയണം? സത്യം പറയണം. സത്യം പറഞ്ഞിട്ട് ഇടയിൽ കളവ് കയറ്റ് ചെയ്യുക. ഇതാ ഹദ്ദസ കദബ. വർത്തമാനം പറഞ്ഞാൽ കളവ് പറയും. അപ്പൊ കളവ് മാത്രം പറയുന്ന എന്തൊരു കൗമാണ്. കളവ് മാത്രം പറയുന്നതാണ്. കളവ് മാത്രം പറഞ്ഞ ഒരാൾ ആര് സ്വീകരിക്കാനാണ്? അവൻ നേര് പറയും, ഇടയിൽ കളവ് പറയും. കളവ് മാത്രം ഒരാൾ പറയുകയാണെങ്കിൽ മനുഷ്യന്മാർ അവനെ കണ്ടെത്തനം മുണ്ടൂലല്ലോ. ഒന്നും വേണേ പറയണം പുറന്ന്. അതെന്താ അർത്ഥം? എന്നതുപോലെ ഇവിടെ നമ്മൾ ഈ ആഴത്തിൽ ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കണം. ഈ മതവിഭാഗങ്ങളും നമ്മളും തമ്മിൽ, നമ്മളെ പണ്ഡിതന്മാരും ഇവരും തമ്മിൽ, നമ്മളെ പണ്ഡിതന്മാർ ഇവരുടെ വേദപ്രമാണങ്ങളെയും പഠിക്കണം.
എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അവരും നമ്മളും തമ്മിൽ ഇത്തരം ഇരിക്കണം, നമ്മുടെ പണ്ഡിതന്മാരും അവരുടെ പണ്ഡിതന്മാരും. അങ്ങനെ വന്നാൽ, കാരണം ധാരാളം നമ്മുടെ ഹദീസുകൾക്ക് കൃത്യമാക്കുന്ന ധാരാളം വിവരങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയും. വർഗീയത മാറ്റിവെച്ചിട്ട് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും കൂടെ ഇരിക്കുക എന്നതിൻ്റെ ശ്രമകരമായ ഒരു അധ്വാനത്തിൻ്റെ തുടക്കമാണ് ഞാനീ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് വർഗീയതയെ എങ്ങനെ കത്തിക്കാനായി പ്രതീച്ചുണ്ടാവും. വർഗീയത വളർത്തരുത്, അതെല്ലാ മതത്തിനെതിരാണ്. വർഗീയത തെറ്റാണ്, അതൊരിക്കലും വളർത്താൻ പാടില്ല. അവരിലുമുള്ള നന്മയെ നമ്മൾ കണ്ടെത്തണം. അതേസമയം അത് സർവമത സത്യവാദമല്ല. അവരിൽ അൽ ഖദീം സ്വാലിഹ് വൽ ജദീദു നാഫിഅ് എന്നൊരു പ്രയോഗമുണ്ട്. അൽ ഖദീം സ്വാലിഹ് പഴയ കാലത്തെ നന്മ, അൽ ജദീദു നാഫിഅ് പുതിയ കാലത്ത് ഉപകാരം. മനസ്സിലായില്ല? പഴയ കാലത്തെ നന്മ എവിടെയൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് അത് പുതിയ കാലത്ത് ഉപകരിക്കുമെങ്കിൽ അത് നമ്മൾ കൂട്ടി സംയോജിപ്പിക്കുക. അൽ ഖദീം സ്വാലിഹ് വൽ ജദീദു നാഫിഅ് അതൊരു പുതിയ കാലത്ത് ഇടക്കാലത്ത് വന്ന ഒരു പ്രയോഗമാണ് അറബിയിൽ. അൽ ഖദീം സ്വാലിഹ് വൽ ജദീദു നാഫിഅ്, പഴയ കാലത്തെ നന്മ പുതിയ കാലത്ത് ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ വർഗീയത ഇല്ലാതാക്കുക. എന്നിട്ട് അവരുടെ പണ്ഡിറ്റുമായി ഇരിക്കാൻ നമ്മൾ തയ്യാറാക്കുക. നമ്മുടേത് അവർക്കും നൽകുക, അവരുടേത് നമുക്കും തരിക. എന്നാൽ കൂടി ഇരുന്നിട്ട് ഈ വിനാശകരമായ കാലഘട്ടത്തിൻ്റെ കാര്യത്തിൽ പ്രതിരോധിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയും. ഇപ്പം നമ്മളെ കുട്ടി കള്ളുടിക്കുന്ന കണ്ടാൽ നാളാകുമ്പോൾ ശുചിപത്ത് കള്ളുടി അധികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാൽ നമ്മൾ തള്ളൂ. അപ്പം നമ്മളെ മകൻ കള്ളുടിക്കുന്ന സെറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മയും ബാപ്പയും എന്ത് പറയാം? അതിപ്പോൾ രോഗാവസാനം വരുമ്പോൾ കള്ളുടി കൂടുന്ന നബി പറഞ്ഞിട്ടില്ലായിരുന്നു വിട്ട എൻ്റെ പേരൻ്റെ കഥ കഴിഞ്ഞില്ലേ. അവിടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും യോജിച്ച് പ്രതിരോധിച്ച ഒരളവോളം നന്നാകാൻ സാധ്യതയുണ്ട്. 4 മക്കളെ കൂട്ടത്തിൽ ഒരുത്തം പോയാലും ബാക്കി 3 തടയാൻ കഴിയും. മറ്റവൻ്റെ കള്ളുകൂടി പരമാവധി കുറക്കാനും ഒക്കെ കഴിയും നിങ്ങൾ ബുദ്ധിപരമായി ഇടപെട്ടാൽ. നമുക്കവിടെ എന്ത് പറയാം? എന്തു പറയാം? ലോകാവസാനം വരുമ്പോഴൊക്കെ ഈ ജാതിയൊക്കെ നടക്കുന്നു നബി പറഞ്ഞിട്ടില്ല. എൻ്റെ മോളെ ഒരുത്ത മോട്ടോർ സൈക്കിൾ കയറ്റി കൊണ്ടുപോകുമ്പോൾ ഈ എന്ത് പറയാം? അതൊക്കെ ലോകാവസാനം വരുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു നബി പറഞ്ഞിട്ടില്ല എന്ന് പറയുമോ? ഒരു അന്തള്ളോ. അപ്പം എന്തിനിപ്പോൾ നമ്മൾ അങ്ങനെ പറയണം? അതൊക്കെ നബി പറഞ്ഞിട്ടില്ലേ, അതൊക്കെ നബി പറഞ്ഞിട്ടില്ലേ? അതാണ് നമ്മളെ ബാധ്യത. മനസ്സിലായില്ലേ? നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഇതൊരൊറ്റ ഇപ്പോഴത്തെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഒരു വിഭാഗം ഒറ്റക്ക് കൂടിയിരുന്നാൽ അത് നടക്കണ കാര്യമല്ല. ഞാൻ അത് പറയാം. സാമൂഹിക ക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മിങ്കിളായി കിടക്കാൻ നമ്മുടെ നാട്. ഹിന്ദുക്കളൊരു ഏരിയയിലും മുസ്ലിങ്ങളൊരു ഏരിയയിലും അല്ല, അങ്ങനെ ആകാനും പാടില്ല. നമ്മളെ തൊട്ടടുത്ത വീട് ഹിന്ദുവാണ്. ഇപ്പം എൻ്റെ തൊട്ടടുത്ത വീട് ഹിന്ദുവാണ്, അപ്പുറത്തെ വീട് ഹിന്ദുവാണ്, അതിൻ്റെ അപ്പുറത്തെ വീട് ഹിന്ദുവാണ്, അതിൻ്റെ അപ്പുറത്തെ അമ്പലമാണ് എൻ്റെ ഇവിടുത്തെ വീട്. അതിനപ്പുറത്ത് മുസ്ലിമുണ്ട്, ഇപ്പുറത്ത് മുസ്ലിമുണ്ട്. ഈ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി നാശായാൽ അത് ആ സമൂഹത്തെ, സൊസൈറ്റിയും ആ ഏരിയയും ബാധിക്കുമല്ലേ? ബാധിക്കുമല്ലോ. അപ്പം ഒരു കുട്ടി നാശായാൽ ബാധിക്കും. അപ്പം അവിടെ ഒരു കള്ളുടി ഉണ്ടായാൽ മറ്റുള്ളവർ ബാധിക്കും. അതേ സമയത്ത് കള്ളുടിയന്മാരുണ്ട്, പക്ഷെ അവരും അത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അപ്പുറത്തും അതിന് ഭയങ്കര ദേഷ്യമുള്ള ആളുകളാണ് കള്ളുകുടിക്ക്. ഇപ്പുറത്തെ മൂല്യരാണ്, മറ്റത് അങ്ങനെ ഈമാൻദാരിയാണ്, 5 വക്ത് നിസ്കരിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ഒരാൾ, ഒരു ഹിന്ദു വീട്ടിലെ ഒരു കുടുംബനാഥൻ കള്ളുടിക്കുകയാണെങ്കിലും അയാളത് രഹസ്യമായി ചെയ്യുള്ളൂ. പരസ്യമായി അയാളും അതിനെതിരെ നിൽക്കും. അത് മതിയല്ലോ. സാമൂഹിക ക്രമത്തിൽ അതിൻ്റെ വ്യാപനം തടഞ്ഞാൽ മതിയല്ലോ. സ്വകാര്യമായി എന്ത് നടന്നോട്ടെ, അതെല്ലായിടത്തും തടയാൻ നമുക്കൂടി കഴിയില്ല. അതിൻ്റെ പൊതുവായ വ്യാപനം തടഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടികൾ നന്നാവും. അല്ലാതെ സ്വർഗം നരകമല്ലേ നമ്മളവിടെ കണക്കാക്കേണ്ടത്? നമ്മളെ കുട്ടികൾ നാശാകലാണ്. ഒരു സൊസൈറ്റി നാശായാൽ ആ കുട്ടികൾ നാശാവും. അപ്പം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇത്തരം ലോകാവസാന അടയാളങ്ങൾ എല്ലാ വേദങ്ങളിൽ കിടക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ഈ പണ്ഡിതന്മാർ കൂടിയിരുന്നാൽ അവർക്ക് ഒരുമിച്ച് പ്രബോധനം നടത്താൻ കഴിയുമല്ലോ. ഇപ്പം വിവാഹമില്ലാത്ത ഇന്നത്തെ അവസ്ഥയിൽ ഏറെ ദുഃഖിക്കുന്നവരാണ് ഹൈന്ദവ പണ്ഡിതന്മാർ. അവരതിനെതിരെ നടത്തുന്ന പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? എന്താ ഈ വിഷയത്തിൽ നമുക്ക് കൂടിയിരുന്ന സൊസൈറ്റിയെ ബോധവൽക്കരിച്ചാൽ ഒരു 10, 20, 15, 20 കൊല്ലമെങ്കിലും പെണ്ണുങ്ങൾ ഇനിയും വിവാഹത്തിന് തയ്യാറാവും. ഇപ്പൊ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. ഇപ്പോൾ വിവാഹത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഇപ്പോൾ വിവാഹത്തിന് തയ്യാറാകുന്നത് പ്രബോധനം നടക്കാത്തതുകൊണ്ടാണ്. പ്രബോധനം നടക്കണം. പ്രബോധനം നിങ്ങൾ ഊറ്റൽ നടക്കേണ്ടതല്ല, അത് പ്രബോധനമല്ല.
ഇപ്പോൾ പ്രബോധനമല്ല നടക്കുന്നത്, ഊറ്റലാണ്. തിരിഞ്ഞിട്ടില്ല. എല്ലാ വയലിൻ്റെയും ഇതിവൃത്തം എന്താ? പിരിവ്. എല്ലാ വയലിൻ്റെയും ഇതിവൃത്തം പിരിവാണ്. അല്ലെ? അങ്ങനെ തന്നെ. കാരണം എന്തിനാണ് ഈ വയലൊക്കെ നടക്കുന്നതിന്റെ പിന്നിൽ? പിരിവാണ് അതിന്റെ പ്രമുഖമായ ഒരു ലക്ഷ്യം. അപ്പൊ പിരിവനുസരിച്ച് വയലുള്ളൂ. അപ്പൊ കാര്യം പറഞ്ഞോളന്നില്ല. കാര്യം പറഞ്ഞാലോ, കാര്യം പറയാതെ നിന്നാലേ ആളുകൾ കൂടുതൽ വരുള്ളൂ. അപ്പൊ അവർ സുഖിച്ച് കേൾക്കും. മറ്റത് സുഖം ഉണ്ടാവില്ല. അപ്പൊ അവർ പോവും. അപ്പൊ പിരിവിട്ടൂല. ഇന്ന് ഈ നടക്കുന്നതിനെ നമ്മൾ പ്രബോധന ഗണത്തിൽ പെടുത്താൻ പാടില്ല. ഇത് പ്രബോധനമല്ല, ഇത് ഊറ്റലാണ്. അല്ലല്ലേ പറഞ്ഞത്? നോമ്പായി കഴിഞ്ഞാൽ എല്ലാവരും ഗൾഫൊക്കെ വയലാറിയാൻ പോണത്. എന്തുകൊണ്ട്? ഇവിടുത്തെ ആളുകളൊക്കെ നന്നായോ? ഈ വയലജി അവിടെ പോയി പറഞ്ഞാൽ ഒരാളെങ്കിലും അവിടെ നന്നാവോ? അതുമില്ല. പിന്നെന്തേ? ഊറ്റാൻ ഒന്നും കൂടി നല്ലത് അവിടെയാണ്. അതല്ലേ? ഇവിടെ 1-ന് 1 അവിടെ 1-ന് 20. ഇവിടുന്ന് ഒരാൾ 10 റുപ്യ എന്നാൽ അത് 10 റുപ്യ തന്നെയാണ്. അതിന് നെയ്യപ്പം അങ്ങനെ നടക്കുള്ളൂ. അതിനൊരാൾ 10 റുപ്യ എന്നാൽ അവിടെ 200 റുപ്യാണ്. ചോറും കടിയും ചായയും കൂട്ടാനും എങ്ങനെ നടക്കും? ഇതിൽ നെയ്യപ്പം നടക്കുള്ളൂ. ഞാൻ തെറ്റായി പറയല്ല, ശരിയായും പറയല്ല. അപ്പൊ ഇതന്നെ എല്ലാത്തിൻ്റെ ഇതൊന്നല്ല പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വലിയ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം ഇപ്പോൾ പറഞ്ഞാൽ 4 സംഘടനകളാണ് ഇതാ ക്യാമ്പയിൻ, പെണ്ണുങ്ങളോട് ക്യാമ്പയിൻ. അതിൻ്റെ ലക്ഷ്യം എന്താ? ഇപ്പം ഇത് പറഞ്ഞത് ഞങ്ങൾ സംഘടന ഏറ്റെടുത്തു. എന്ത്? പെണ്ണുങ്ങളെ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്ന ക്യാമ്പയിൻ. ലക്ഷ്യം എന്താ? സംഘടനയെ വലുതാക്കൽ മാത്രം 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 അൽഫമറ മാത്രം അൽഫമറ ഫിക്കുല്യോമിൻ അൽഫമറ എന്നൊക്കെ ഉണ്ടല്ലോ ഓരോ ദിക്ർ. അത് അൽഫമറ കൂട്ടണം. സംഘടനകൾ ചെയ്യുന്ന എല്ലാ വർക്കിലും ഇഖ്ലാസ് എന്നൊരു സംഗതി ഉണ്ടാവില്ല. എന്താ ഇഖ്ലാസ്? തജ്രീദുൽ ഖൽബി ലില്ലാഹ്. ആ കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹു മാത്രം ലക്ഷ്യമാകുക. അത് സംഘടനകൾ ഇല്ല, ഒരിക്കലും ഇല്ല. അൽഫമറ ഇല്ല. അതിൽ സംഘടനക്കും വളർച്ച ഉണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ അവിടുത്തെ ഇഖ്ലാസ് പോയി. ഇഖ്ലാസിൽ ആര് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ? അള്ളാഹു മാത്രം. അതുകൊണ്ട് പ്രബോധനം നടക്കൂല. അവിടെ മാറ്റിത്തരേണ്ടത് റബ്ബാണ്. റബ്ബോട് മാറ്റിത്തരൂല. കാരണം റബ്ബിൻ്റെ ഉദ്ദേശം അത്തരം പ്രബോധനങ്ങളിൽ ഇല്ല. ആരും ദേഷ്യം പിടിക്കരുത്. ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കാര്യമായി പറയുന്നത്, ദേഷ്യം പിടിച്ചൊരു പ്രശ്നവും ഇല്ലേനോ എനിക്ക്. നിങ്ങൾ എന്ത് ദേഷ്യം പിടിച്ചാലും കൃഷിയല്ല. ഞാനിവരെയും കുറ്റപ്പെടുത്താൻ എൻ്റെ ലക്ഷ്യമല്ല. ലക്ഷ്യം നന്നാകലാണ്. ഇതൊന്നും അല്ല വസ്തുത. സമൂഹം നന്നാവാതിരിക്കാനുള്ള കാരണം നമ്മുടെ ലക്ഷ്യം എന്തല്ല, സമൂഹ നന്മയല്ല, നമ്മളെ നന്മയാണ്. ഒരു കർമ്മിയുടെ കർമ്മവും പാഴാക്കി കളയാത്തവനാണ് അല്ലാഹു. പക്ഷെ അവൻ്റെ കർമ്മത്തിൻ്റെ ലക്ഷ്യം ആരായിരിക്കണം? അല്ലാഹു. എന്താ സമൂഹം നന്നാവാത്തത്? നമുക്കതിൽ നന്മ ലക്ഷ്യം ഇല്ല. നന്മ ലക്ഷ്യമില്ല. നമ്മളാ ലക്ഷ്യം. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? വളരെ വലിയ മാറ്റങ്ങൾ ഈ 2 വിഭാഗങ്ങളും കൂടിയിരുന്നാൽ ഉണ്ടാകും.